ഇന്ന് രാവിലെയുള്ള നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് രണ്ടാം പാഠഭാഗമായി വായിച്ച വേദഭാഗം വെളിപാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 14 through 21. പതിനഞ്ച് 16 വാക്യങ്ങൾ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him and will dine with him and he with me. പ്രാർത്ഥിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കോരിരുളിൻ താഴ്വരയിൽ നിൻമൊഴികൾ കോരിരുളിൻ താഴ്വരയിൽ ദീപമദ നിൻമൊഴികൾ തിരുകരത്താ വഹിച്ചു എന്നെ ദുഹിതമ്പോ നടത്തണമേ. കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാനുദിനം നീ പണിയ. കർത്താവേ, വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ധ്യാനപൂർവ്വം ഇരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളോട് അവിടുന്ന് ഇടപെടണം. ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പുതിയ അനുഭവത്തോടെ നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. യേശുവിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സഭ നവീകരിക്കപ്പെട്ടതും നവീകരിക്കപ്പെടുന്നതുമായ ഒരനുഭവം ഇന്നത്തെ ചിന്ത സഭ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. നവീകരണ ഞായറായിട്ട് ആചരിക്കുന്നതായ ദിവസമാണ്. നവീകരണം, പുതുക്കം, റിന്യൂവൽ, റിഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിലവിലുള്ളതെല്ലാം മാറ്റിമറിക്കുക എന്നുള്ളതല്ല. നമ്മൾ തുടർന്നു പോരുന്നതിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാനായിട്ട്, രൂപാന്തരപ്പെടുത്തി ദൈവത്തോടും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അതിനെ പുനഃവിചിന്തനം ചെയ്യുവാനും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുവാനുമുള്ള ശ്രമമാണ്. ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഴയ നിയമ പശ്ചാത്തലത്തെ നവീകരണത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. യേശു കർത്താവിലൂടെ മാനവ സമൂഹത്തിൻ്റെ നവീകരണത്തിൻ്റെ വലിയ സന്ദേശം ലഭ്യമാകും. യോഹന്നാനുണ്ടായ വെളിപാടിലൂടെ ലവോദിക്ക സഭയോട് രൂപാന്തരത്തിന് വേണ്ടി
ആവശ്യപ്പെടുന്നതായുള്ള സന്ദർഭമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലവോദിക്യ സഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ എഴുതുന്നതായ എഴുത്തിൽ നമ്മളേറെ ചിന്തിക്കുകയും പഠിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഉമിണ്ണുകളയും, എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും എന്ന് ദൈവത്തിൻ്റെ ആലോചന ശക്തമായി പറയുകയും രൂപാന്തരപ്പെടുവാനായിട്ടുള്ള ശക്തമായ ക്ഷണം നൽകുകയും രൂപാന്തരത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ വാതിലുകളെ തുറക്കുവാൻ കർത്താവിൻ്റെ മുട്ടുന്നതായ ശബ്ദം കേൾക്കുവാനായുള്ള ഒരു ആഹ്വാനവും ഇവിടെ നൽകുന്നു എന്ന് നമുക്കറിയാം. ലവോദിക്യയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പശ്ചാത്തലത്തിൽ ഇറ്റ് വാസ് എ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ ട്രേഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വ്യാപാര വിനിമയ വിപണന രംഗത്ത് വളരെ പ്രശസ്തി ആർജിച്ചതായ ഒരു പട്ടണമായിരുന്നു ലവോദിക്യ. എഫെസോസിന് കിഴക്കുള്ളതായ ഈ പട്ടണം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതായ ഒന്നായിരുന്നു. 3 കാരണങ്ങൾ കൊണ്ട് ഈ പട്ടണം ശ്രദ്ധേയമായിരുന്നു. ഒന്ന്, പണമിടപാടിൻ്റെ സാമ്പത്തിക വിനിമയത്തിൻ്റെ മുഖ്യ കേന്ദ്രമായിരുന്നു. അവരുടെ ധനം, അവരുടെ സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരു സെൻറ്റർ ഓഫ് ട്രേഡ് ആൻഡ് മണി ട്രാൻസാക്ഷൻ, അത്തരത്തിൽ വളരെ സമ്പത്ത് ഉള്ളതും സമ്പന്നമായതുമായ ആളുകളും പട്ടണവും ആയിരുന്നു ലവോദിക്യ. രണ്ടാമത്തെ കാര്യം അവരുടെ ക്ലോത്തിങ് ആണ്, വസ്ത്ര നിർമ്മാണ രംഗത്തെ അവരുടെ വൈഭവ്യമാണ്. പ്രത്യേകിച്ച് ബ്ലാങ്കറ്റ് ഉണ്ടാക്കുന്നത് വളരെ പ്രശസ്തി ആർജിച്ചതായ ഒരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തുണിത്തര നിർമ്മാണത്തിൽ വളരെ പ്രാവീണ്യം നേടുകയും അത് നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതായ ഒരു സ്ഥലമായിരുന്നു. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര രംഗത്തുള്ള അവരുടെ പ്രത്യേകതയാണ്. ചെവിക്കും കണ്ണിനുമുള്ളതായ പ്രത്യേക ഓയിൻമെൻറ്റുകൾ അവർ തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ച് കണ്ണിന് ഉള്ളതായ ഓയിൻമെൻറ്റ് വളരെ പ്രശസ്തി ആർജിച്ചതാണ്. അതുകൊണ്ട് 3 പ്രത്യേക കാരണങ്ങളാണ്: അവരുടെ ധനം, അവരുടെ വസ്ത്ര നിർമ്മാണം, അതുപോലെ തന്നെ മരുന്ന്. ഇത് അവർ വളരെ പ്രശസ്തി ആർജിച്ചതാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരവും വിപണനവുമൊക്കെ വർദ്ധിച്ചതുകൊണ്ട് തന്നെ പട്ടണവും സമൃദ്ധമായി തീരുകയാണ്, സമ്പന്നമായ ഒരു പട്ടണമായി തീരുകയാണ്. സഭ ഈ ലവോദിക്യ പട്ടണത്തിൽ നിലനിൽക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ സ്വാധീനം വളരെ ഏറ്റു എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പലതും ഇങ്ങനെ മൂടിവെച്ചും പലതും ഇങ്ങനെ പുറമേയുള്ളതായ പ്രകടനങ്ങളോടുകൂടെയൊക്കെ ജീവിക്കുന്നതായ ഒരു സഭയായി മാറുകയായിരുന്നു ചെയ്തത്. അവരോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നീ ശീതവാനോ ഉഷ്ണവാനോ അല്ല. നെയ്തർ കോൾഡ് നോർ ഹോട്ട്. ദൈവത്തിൻ്റെ പക്ഷത്തോ മറുപക്ഷത്തോ അല്ല, ഇതൊന്നും അല്ലാത്തതായ ഒരു ത്രിശങ്കുവിലായിരിക്കുന്നു എന്നുള്ളതാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പുറമേയുള്ളതും യാഥാർത്ഥ്യമായുള്ളതും തമ്മിൽ വലിയ അന്തരമാണ്. പുറമേ ക്രിസ്തുവിൻ്റെ സഭയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ വളരുവാനോ നിലനിൽക്കുവാനോ കഴിയാത്ത സമൂഹമായി തീർന്നിരിക്കുകയാണ്. പുറമേയുള്ള ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ട്. സൗകര്യപൂർവം മാറിപ്പോകുന്നതായ ആളുകളായി മാറുകയാണ്. അതുകൊണ്ട് ശീതവാനോ ഉഷ്ണവാനോ അല്ല, ശീതോഷ്ണവാനെന്ന് പറയുമ്പോൾ സൗകര്യപൂർവം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതായ ആളുകൾ. ശരിയായ വ്യക്തമായ നിലപാടുകളില്ല, ഉറച്ച നിലപാടുകൾ ഇല്ല, സാഹചര്യത്തിന് അനുസരിച്ച് മാറും. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതായ ഒരു സമൂഹമായി, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സമൂഹമായി അവർ തീർന്നിരിക്കുന്നു എന്നുള്ളത് പറയുകയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്ന ദൈവത്തോടോ മനുഷ്യനോടോ വലിയ പ്രതിപത്തിയില്ലാത്തതായുള്ള ഒരനുഭവമാണ്.
ദൈവത്തിൻ്റെ പക്ഷത്താണോ? അവിടെയല്ല. എന്നാൽ മറുപക്ഷത്താണോ? അതുമല്ല. അത്തരത്തിൽ ആയിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലായിരിക്കുന്നതായ ഒരു അവസ്ഥയാണ്. ഇത് പലപ്പോഴും ഇറ്റ് ഈസ് ഒഫൻസീവ് ടു ഗോഡ് ആൻഡ് ഹ്യൂമൻ. മനുഷ്യനും ദൈവത്തിനും എതിരായിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, ഇത് വളരാനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുകയാണ്. ഇറ്റ് റോബ്സ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ടു പ്രോഗ്രസ്. വളരാനായിട്ടുള്ള നമ്മുടെ സാധ്യതകളെല്ലാം തളർത്തി കളയുന്നതായ ഒന്നാണ്. മാത്രമല്ല, നമ്മുടെ സാധ്യതകളെ തകർത്ത് കളയുന്നതാണ്. പോസിബിലിറ്റീസ് ഓഫ് യൂസ്ഫുൾനെസ് ഉണ്ട്. ഒന്നുമല്ല, നിസ്സംഗരായിരിക്കുന്നതായ അവസ്ഥയെന്ന് പറയുന്നത് സാധ്യതകളെ തകർക്കുന്നു, വളരാനുള്ള സാധ്യതകളെ തകർക്കുന്നു, പുതിയ സാധ്യതകളെ തകർക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമില്ലാത്തതായുള്ള ജീവിതമായി മാറുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്ന് പറയുകയാണ്. ലവോദിക്യ സഭയോട് ഇത് പറയുമ്പോൾ തുറന്നുള്ളതായ ഭാഗത്ത് അവരെ വളരെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിന്റെ മനോഭാവം, നിന്റെ വിചാരം ഇത് വളരെ അർത്ഥമില്ലാത്തതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഈ ലവോദിക്യ സഭയുടെ മെസ്സേജിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കും. ഒന്ന്, യു ആർ നോട്ട് വാട്ട് യു തിങ്ക്. ലവോദിക്യ സഭയോട് പറയാൻ ശ്രമിക്കുന്ന യു ആർ നോട്ട് വാട്ട് യു തിങ്ക്. നീ വിചാരിക്കുന്നതല്ല നീ യഥാർത്ഥത്തിൽ. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ. വിചാരം ധനികനാണ് എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായ സമൃദ്ധി അവർക്ക് ലഭ്യമായിട്ടുണ്ട്. സാമ്പത്തികമായ സമൃദ്ധി ഉണ്ടാകുമ്പോൾ എല്ലാം നേടി, എല്ലാം ഉണ്ട്, എല്ലാം സാധിക്കുമെന്നുള്ളതായ വിചാരം പലപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുന്നതായുള്ള ഒന്നാണ്. അതുകൊണ്ട് എല്ലാം ഉണ്ട്, എല്ലാം നേടി എന്നുള്ളതായ മനോഭാവം അപകടത്തിലേക്ക് നയിക്കുന്നതായുള്ള ഒന്നാണ്. അതുകൊണ്ട് ലവോദിക്യ സഭയെ പറയുന്നു, ഞാൻ ധനവാനാണ്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറയുന്നതായ മനോഭാവം. എന്നാൽ സമ്പന്നൻ എന്ന് കരുതുന്നവൻ, ധനികൻ എന്ന് കരുതുന്നവൻ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് 17-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. നീ യഥാർത്ഥത്തിൽ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ആണ്. ധനികനാണ് എന്നുള്ളതാണ് വിചാരം, എന്നാൽ യഥാർത്ഥത്തിൽ ദരിദ്രനാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. വസ്ത്രമുണ്ടാക്കുന്നവനാണ്, എന്നാൽ ഇവിടെ പറയുന്നു നീ നഗ്നനാണ് എന്ന് പറയുകയാണ്. മരുന്നുണ്ടാക്കുന്നവനാണ്, എന്നാൽ അവനോട് പറയുന്നുണ്ട് നീ കുരുടനാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നീ വിചാരിക്കുന്നതല്ല നീ എന്നുള്ളത് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യു ആർ നോട്ട് വാട്ട് യു തിങ്ക്. 2, ലവോദിക്യ സഭയോട് പറയുന്നതായ ഒരു കാര്യം, യു കനോട്ട് ബി എനിത്തിങ് വിത്തൗട്ട് ഗോഡ്, വിത്തൗട്ട് മീ. എന്നെ കൂടാതെ നിനക്ക് ഒന്നും സാധ്യമല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. 18-ാമത്തെ വാക്യം വേഴ്സ് 18, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇതെല്ലാം ഉണ്ടെന്ന് അഭിമാനിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടാകാം, എന്നാൽ നിന്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ, നിന്റെ നഗ്നത മാറണമെങ്കിൽ, നിന്റെ കുരുട് മാറണമെങ്കിൽ ഞാൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, നീ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വസ്ത്രമുണ്ടാക്കുന്നവനോടാണ് പറയുന്നത്, എൻ്റെ നഗ്നത മാറ്റാൻ വസ്ത്രം എന്നോട് വിലയ്ക്ക് വാങ്ങുക. കണ്ണിന് ഓയിൻമെന്റ് ഉണ്ടാക്കുന്നവരോട് പറയും, കണ്ണിൽ എഴുതാൻ ലേപനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വിധത്തിൽ ലവോദിക്യ സഭയോട് പറയുകയാണ്, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഓർപ്പിക്കുക. 3-ാമത്തെ മെസ്സേജ് അവരോട് പറയുകയാണ്, യു ഹാവ് ടു റിപ്പന്റ് ആൻഡ് റിട്ടേൺ. നീ അനുതപിക്കുകയും തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിന് മുൻപോട്ടുള്ളൊരു പ്രോഗ്രസ് സാധ്യമായി തീരുകയുള്ളൂ. 19-ാമത്തെ വാക്യം ഓർപ്പെടുന്നു, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. റിപ്പന്റ് ചെയ്യാൻ, അനുദപിക്കാനായിട്ട് കഴിയുന്നെങ്കിൽ മാത്രമേ
ജീവിതത്തിൽ മുൻപോട്ടുള്ള വളർച്ച സാധ്യമായി തീർന്നു. അവിടെ യഥാർത്ഥമായുള്ള അവസ്ഥ അറിയുവാനായിട്ട് കഴിയണം, സ്വയം മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ജീവിപ്പാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നിലവിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും എനിക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ സാധ്യമല്ല എന്നുള്ളതും വിചാരിപ്പാനും മനസ്സിൽ ഉറയ്ക്കുവാനായിട്ടും കഴിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ലവോദിക്ക സഭയോട് പറയുകയാണ്, നീ വിചാരിക്കുന്നതല്ല നീ യഥാർത്ഥത്തിൽ നിന്റെ കയ്യിൽ പണമുണ്ടാകാം, നിന്റെ കയ്യിൽ വസ്ത്രമുണ്ടാകാം, നിന്റെ കയ്യിൽ നല്ല ഓയിൻമെൻ്റ് ഉണ്ടാകാം, മരുന്നുണ്ടാകാം. പക്ഷെങ്കിൽ നിന്റെ രോഗം മാറണമെങ്കിൽ, നിന്റെ നഗ്നത മാറണമെങ്കിൽ, നിന്റെ യഥാർത്ഥ ദരിദ്രാവസ്ഥ മാറണമെങ്കിൽ എൻ്റെ സഹായമില്ലാതെ നിനക്ക് സാധ്യമല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അത് പ്രാപിപ്പാനായിട്ടുള്ളൊരു ആഹ്വാനം നൽകുകയാണ്. അത് പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ ദൈവസന്നിധി അനുദപിക്കുകയും തിരിച്ചു വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സഭ നവീകരണ ദിനമായി ആചരിക്കുന്ന ഇന്നേ ദിവസം ജീവിതത്തിന് ഒരു നവീകരണം, ഒരു പുതുക്കം, രൂപാന്തരം നമുക്കും സൃഷ്ടിപ്പാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലും സഭാജീവിതത്തിലുമൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകാം. ഒരുപക്ഷെ എല്ലാം ഉണ്ടാകാം, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിടെ ഓർപ്പിക്കുന്നു, നീ വിചാരിക്കുന്നതല്ല നീ യഥാർത്ഥത്തിൽ എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ ഒന്നും പ്രയോജനമില്ലാതെ പോകുന്നതായ സാഹചര്യങ്ങളുണ്ടാകാം. എല്ലാം ഉണ്ടായിരുന്നാലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആയിപ്പോയേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വളർച്ചയും സാധ്യതയും സൃഷ്ടിക്കപ്പെടുന്നതുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷണത്തോടുള്ള ഒരു പ്രതികരണമാണ്. വേഴ്സ് 20 വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അനുതാപത്തിനായി ക്ഷണിക്കുകയാണ്, മടങ്ങി വരവനായി ക്ഷണിക്കുകയാണ്. കർത്താവ് വീണ്ടും വീണ്ടും വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. അകത്ത് വരിക മാത്രമല്ല, ഒരു വലിയ ഫെലോഷിപ്പാണ് അവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. കർത്താവിനോടൊത്ത് ആയിരിക്കുന്ന ആള, ഒരുമിച്ച് പന്തിഭോജനത്തിൽ പങ്കുചേരുന്ന ആള, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്ന ആള, ആ വലിയ അനുഭവം ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിലേക്ക് അടുത്തു വരുവാൻ, ദൈവവചനത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ലവോദിക്ക സഭയോട് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഇടവകയോട് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവിന് പ്രവേശനം സാധ്യമായാൽ സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മ സാധ്യമായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇടവക, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ജീവിതം ഈ സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മയുടെ വലിയ ആഘോഷമായി തീരുവാൻ സാധ്യമാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ചിത്രം ഒരുപക്ഷെ ശ്രദ്ധിക്കാം. പൂച്ചയെ കാണാം അല്ലേ? കണ്ണാടിയിൽ കാണുന്നത് സിംഹമാണ്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. എല്ലാം ഉണ്ടെന്ന് ഒരുപക്ഷെ നടിക്കുകയാണ്, എല്ലാം സാധ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ലവോദിക്ക സഭയ്ക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. ഞാൻ ധനികൻ, അഹങ്കാരിക്കുകയാണ്. എനിക്ക് വസ്ത്രമുണ്ട്, എനിക്ക് മരുന്നുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ ഈ സമൃദ്ധമായ പട്ടണത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയും ജീവിതം ഒരുപക്ഷെ എത്തരത്തിൽ സുരക്ഷിതമാണ് നമ്മൾ ചിന്തിക്കുന്നവരാണ്. നമുക്കെല്ലാം ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ദൈവം വേണ്ട എന്ന് ചിന്ത ഉണ്ടായാൽ അപകടമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പൂച്ച വിചാരിക്കുന്നു താൻ സിംഹം ആണ്. ഭാവം
യഥാർത്ഥം നമ്മളായിരിക്കുന്നതിനേക്കാൾ വലുതാണ്. നമ്മുടെയൊക്കെ വിചാരം ഞാൻ എല്ലാവരേക്കാൾ വലിയവനാകണം എന്നുള്ളതാണ്, എല്ലാവരേക്കാൾ പണമുള്ളവനാകണം എന്നുള്ളത്, എല്ലാവരേക്കാൾ അധികാരമുള്ളവനാകണം എന്നുള്ളതാണ്, ഒരുപക്ഷെ എല്ലാവരേക്കാൾ സൗന്ദര്യമുള്ളവരാകണമെന്നാണ്, എല്ലാവരേക്കാൾ ഭക്തിയുള്ളവർ ആകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ പുറംഭാവങ്ങൾ കൊണ്ട് ഒരുവൻ ധനികനാകുന്നില്ല എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അടുത്ത സമയത്ത് അന്തരിച്ചല്ലോ. അദ്ദേഹത്തെ ലോകം അറിയപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, അമേരിക്കൻ ഫ്ലാഗ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് മരിക്കുമ്പോൾ താഴ്ത്തി കിട്ടുന്നത്. ആ വിധത്തിൽ ലോകം ആദരിച്ചതായുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചുള്ളത് ഒക്കെ ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിലും വാർത്തകളിലൊക്കെ കണ്ടു കാണും. ലോകം ആദരിക്കുന്ന ഈ ധനികൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 6 പാൻസും 4 ഷർട്ടും 3 സ്യൂട്ട്സുമാണ്. ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അത് ഡൊണേറ്റ് ചെയ്തു. പിന്നെ കിട്ടിയ കുറച്ച് അവാർഡുകൾ മാത്രമാണ്. കഴിഞ്ഞ 8 വർഷമായി തനിക്ക് ലഭിച്ചതായ പെൻഷൻ തൻ്റെ സ്വന്തം വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുകയാണ്, ഡൊണേറ്റ് ചെയ്യുക. നാം വിചാരിക്കുന്നതല്ല ധനം, നാം വിചാരിക്കുന്നതല്ല നമ്മുടെ സുരക്ഷിതത്വം, നാം വിചാരിക്കുന്നതല്ല നമ്മുടെ സൗന്ദര്യം. അതുകൊണ്ട് നമ്മളായിരിക്കുന്നിടങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്കൊന്നും സാധ്യമല്ല. ലവോദിക്ക സഭയോട് മാത്രമല്ല, നമ്മോടും പറയുകയാണ്, എൻ്റെ സഹായം ഇല്ലാതെ നിനക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് അനുദപിക്കാനും തിരിച്ചു വരുവാനും ഇന്ന് നമ്മയും ക്ഷണിക്കുകയാണ്. നമുക്ക് ദൈവസ്നേഹം വിനയപ്പെടാം. കർത്താവിൻ്റെ ക്ഷണത്തോട് നമുക്ക് പ്രതികരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ, ഹൃദയത്തിൻ്റെ, ഭവനത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു കൊടുക്കാം. കർത്താവിന് ഇടം നൽകുമ്പോൾ അനുഗ്രഹകരമായ കൂട്ടായ്മയിൽ നിലനിൽപ്പാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. അതുകൊണ്ട് വിശ്വാസ സമൂഹമായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിലനിൽപ്പാൻ നമുക്ക് സമർപ്പിതരാകാം. ദൈവം നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ഒരാൾക്ക് പ്രാർത്ഥിക്കാം.